ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കും പിള്ളേരെ. അല്ല, ഇങ്ങനെ ചുമ്മാ മഴയും കണ്ട് കട്ടൻ ചായയും കുടിച്ച് പ്രണയം അത് ഇത് ആനാച്ചേന എനിക്കൊരാളുണ്ട്, എനിക്കൊരു ലൈഫ് പാർട്ണർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ മതിയോ? ഒരു സർപ്രൈസ് കൊടുക്ക്, ഒരു ചെറിയ സമ്മാനമൊക്കെ വാങ്ങിച്ചു, ഒരു ചെറിയ മഞ്ചാടിക്കുരു പോലും എന്ത് വലിയ ഇമ്പാക്ട് ആണെന്ന് അറിയാമോ? അപ്പൊ ഞാനിപ്പം മഴ കണ്ടത് കൊണ്ട് പറയുന്നതല്ല, അല്ലെങ്കിൽ ഈ ഒരു ആംബിയൻസിൽ ഇരിക്കുന്നത് കൊണ്ട് പ്രണയം വന്നപ്പോ പറഞ്ഞൊന്നുമല്ല. ഈ സർപ്രൈസുകൾക്ക് ഇത്തരത്തിലുള്ള ചിന്ന ചിന്ന കാര്യങ്ങളില്ലേ, സില്ലി സില്ലി കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച നമുക്ക് സമയമില്ലല്ലോ, പക്ഷെ ആ കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒരു മഴ പെയ്യുമ്പോ ആ മഴ വന്ന് മണ്ണിലേക്ക് ഇറങ്ങി അതിന്റെ പുതുഗന്ധം പെട്രിച്ചോർ നമ്മുടെ മൂക്കിലേക്ക് വന്ന് വീഴുമ്പോ നമ്മൾ അറിയാതെ നമ്മൾ ഓർത്തു പോകുന്ന ആ പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ ഒരു കുഞ്ഞി സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിക്കാനായില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മൾ അവർക്ക്? അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനായില്ല എങ്കിൽ, മുടിയിഴകളിൽ വെറുതെ ഒന്ന് മാടി ഒതുക്കാനായില്ല എങ്കിൽ, അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും അതെ. പുതിയൊരു ഉടുപ്പ് കൊടുത്ത് പിന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞി പൂവിറുത്ത് നൽകാനായില്ല എങ്കിൽ, അത്തരം ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ഹൃദയം കൊണ്ടത് പകുക്കുന്നില്ല എങ്കിൽ, പിന്നെന്താണ് റിലേഷൻഷിപ്പിന്റെ പ്രസക്തി?